ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന നാടുകാണി വ്യൂ പോയിന്റിലേക്ക് പോവാണ്. വ്യൂ പോയിന്റ് ആയിട്ടില്ല, വ്യൂ പോയിന്റിലോട്ട് കയറുന്ന ആ ഒരു ഭാഗം കേട്ടോ. ഇതിലെ വേണം നമുക്ക് നാടുകാണി വ്യൂ പോയിന്റിലോട്ട് കയറി പോകാൻ. അപ്പോൾ നമുക്ക് മുകളിലോട്ട് കയറി പോകാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കേട്ടോ. നമുക്ക് ഇവിടെ താഴെ നമുക്ക് ഇരിക്കാൻ പറ്റും. താഴെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്, ചെയറൊക്കെ ഉണ്ട്. മുകളിലോട്ടും കയറി പോകാം. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, കുറച്ച് ഫോറിനേഴ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇടുക്കി റോഡിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും കാണേണ്ട ഒരു പ്ലേസാണ് നാടുകാണി വ്യൂ പോയിന്റ്. അതുപോലെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്ന ഒരുതരം ചെടിയാട്ടോ, നല്ല മഞ്ഞ പൂവിലുള്ള ചെടിയെ. അപ്പോൾ ഇനി നമുക്ക് മുകളിലോട്ട് കയറിയാലോ. മുകളിലോട്ട് കയറാൻ വേണ്ടി നമുക്ക് ഇതിലൂടെ കയറാം കേട്ടോ. ഷിൻസിയോടെ പുതൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിൽ മുകളിലോട്ട് കയറാം കേട്ടോ. മുകളിൽ കയറി നമുക്ക് ആ വ്യൂ നോക്കാവേ. അപ്പോൾ ഇനി ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ്. ടോപ്പിൽ നിന്ന് നമ്മളെ പവലിയൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ്. ഇവിടുന്ന് മലകളൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയാട്ടോ. നമുക്ക് ഈ താഴോട്ട് നോക്കാം. താഴെ നമ്മളെ സിറ്റിയൊക്കെ നോക്കാം. ഇവിടുന്ന് നോക്കുമ്പോൾ കാണാം നമ്മുടെ ജലവൈദ്യുത പദ്ധതി കാണാം കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. ജസ്റ്റ് അവിടെ ഒന്ന് സൂം ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടുന്ന് സൂം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച എങ്ങനെയാണ്. നമ്മുടെ മൂലമറ്റം ഭാഗമാണേ. മൂലമറ്റം പവർ ഹൗസാണിത്. ഇവിടെ പല മലകളാട്ടോ. 3 മലകളാണ് ഇവിടെ ഷിൻസി പറഞ്ഞു. 3 അതിൽ കൂടുതൽ മലകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ചെറിയ ചെറിയ കുന്നുകൾ ചേർന്നുള്ള ഒരു വലിയ മലയാട്ടോ. ഇവിടെ എല്ലാം നമുക്ക് പാറക്കെട്ടുകൾ കാണാം. ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ടൗൺ ശരിക്കും കാണാം. ചെറുതായിട്ട് നമുക്ക് ടൗൺ കാണാം. നമുക്ക് അതിൻ്റെ ഒന്ന് സൂം ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. സൂം ചെയ്യുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണേ. ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാഞ്ഞാറ് കാണാം കേട്ടോ. അതിവിടെ നോക്കുമ്പോൾ ചെറിയൊരു മഞ്ഞുള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഇരുണ്ടാണ് നമുക്ക് ഇവിടെ നോക്കുമ്പോഴേ കാണുന്നത്. നമ്മൾ വെറുതെ ഇരിക്കും നോക്കുമ്പോഴും നമുക്ക് ഇരുണ്ട് കാണാം. നമ്മളിത് ലോങ് വ്യൂയിലോട്ട് പോകുമ്പോഴും ഒരു മങ്ങിയിരിക്കുന്ന ഫീൽ ചെയ്യുന്നു. കാരണം അവിടെ ഇരിക്കുന്ന മഞ്ഞ് പോലെ എന്തോ മൂടൽ മഞ്ഞ് പോലെ കാണാം. ഇപ്പം ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഏകദേശം 12 o'clock ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉച്ച സമയത്താണെങ്കിലും ഇവിടെ വന്നിരുന്ന് നിങ്ങൾക്ക് ഫാമിലിയുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു ഏരിയ കേട്ടോ. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. കാണാൻ പറ്റും, നമുക്ക് ചെയറൊക്കെ ഉണ്ട്. ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇങ്ങനെ ഒരു സ്പേസ് ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല തണുപ്പാണ് ഈ ഏരിയയിൽ. കാരണം ഒരു സൈഡിൽ മുഴുവൻ മരങ്ങളാട്ടോ. പിന്നെ മറുവശത്ത് നോക്കുമ്പോൾ താഴെ പിള്ളേർ ചെറിയൊരു പാർക്കുണ്ട്. പിന്നെ നിരവധിയായിട്ടുള്ള തണൽ മരങ്ങളുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരൊന്നും നമുക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടുത്തെ ഒരു പ്രത്യേക ആകർഷണമാണ് മഞ്ഞപ്പൂ, കോളാമ്പിപ്പൂവുള്ള മഞ്ഞപ്പൂ. അത് കോളാമ്പിപ്പൂ അല്ല തോന്നുന്നു, മറ്റെന്തോ ചെടിയൊന്നും. നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ പേരറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പം ബാക്കിയുള്ളവർക്ക് കാണുന്നവർക്ക് എല്ലാവർക്കും അതൊരു യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ഇവിടെ നോക്കുമ്പോൾ അടുത്ത ഒരു മല കാണാം. അങ്ങ് ദൂരെ ഒരു മല കാണാം. താഴെ നമുക്ക് കാണുന്ന റോഡാട്ടോ. ഈ റോഡിൽ നിന്നാണ് നമ്മൾ കയറി വന്നത്. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും കുറേ അധികം മരങ്ങൾ, എന്തൊക്കെയെന്നറിയില്ല, നിരവധിയായിട്ടുള്ള മരങ്ങളുണ്ട്. ഇതാട്ടോ റോഡ്. ആൾക്കാർ കയറി വരുന്ന കാണാൻ പറ്റും. ഇതാണ് റോഡുള്ളത്. നമ്മുടെ വണ്ടികൾ കിടപ്പുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത്രയും ഒരു മനോഹരമായിട്ടുള്ള പ്രദേശത്ത് വരുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇടുക്കി വരുമ്പോൾ അല്ലെങ്കിൽ മുട്ടം അല്ലെങ്കിൽ മൂലമറ്റം വരുമ്പോൾ ഒന്ന് കാണേണ്ട ഒരു പ്രദേശമാണ് നാടുകാണി വ്യൂ പോയിന്റ്. നല്ല ഭംഗിയുണ്ട്. അപ്പം ഇടുക്കി പോവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ ബൈ.